എക്സസൈസ് 3.1 ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതിൽ നമുക്ക് കുറച്ച് ഫിഗേഴ്സ് തന്നിട്ടുണ്ട്. ക്ലാസിഫൈ ഈച്ച് ഓഫ് ദം ഓൺ ദ ബേസിസ് ഓഫ് ദി ഫോളോയിങ്. അതിനെ ക്ലാസിഫൈ ചെയ്യണം. സിമ്പിൾ കർവ്, സിമ്പിൾ ക്ലോസ്ഡ് കർവ്, പോളിഗൺ, കോൺവെക്സ് പോളിഗൺ, കോൺകേവ് പോളിഗൺ, ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യണം. നമുക്ക് ഫസ്റ്റ് സിമ്പിൾ കർവ്. ഇതിൽ സിമ്പിൾ കർവ് ഏതൊക്കെയാന്ന് നോക്കാം. അതിന് നമുക്ക് കർവ് എന്താന്ന് നമുക്കറിയാം. കർവ് എന്താണ്? when you draw something on a surface without lifting your pen or pencil. നമ്മുടെ പെന്നോ പെൻസിലോ ലിഫ്റ്റ് ചെയ്യാതെ നമ്മൾ കൈ എടുക്കാതെ വരയ്ക്കുന്ന ഏതൊരു ഫിഗറും എന്താണ്? കർവാണ്. ഓക്കെ, നമ്മൾ കൈ എടുക്കാൻ പാടില്ല. കൈ എടുക്കാണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. എല്ലാം എന്താണ്? ഒരു കർവാണ്. ഓക്കെ, ഇനി സിമ്പിൾ കർവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇതുപോലെ കേർവ്സ് വരയ്ക്കുമ്പോൾ ഇറ്റ് ഡസ് നോട്ട് ക്രോസ് ഇറ്റ് സെൽഫ്. ആ കർവ് അതിനെ തന്നെ ഇതുപോലെ ക്രോസ് ചെയ്യരുത്. ഇങ്ങനെ ക്രോസ് ചെയ്യുകയാണെങ്കിൽ എന്താണ്? അത് സിമ്പിൾ കർവ് ആവില്ല. ഇനി നമുക്ക് ഇതിൽ ഏതൊക്കെയാണ് സിമ്പിൾ കർവ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, നമുക്ക് കൈ എടുക്കാതെ വരയ്ക്കാൻ പറ്റും അല്ലെ? കൈ എടുക്കാതെ നമുക്ക് വരയ്ക്കാൻ പറ്റും. ഇതിൽ ക്രോസ് ഒന്നുമില്ല. ആ ലൈൻ അതിനെ തന്നെ ക്രോസ് ചെയ്യുന്നില്ല എവിടെയും. അപ്പൊ ഫസ്റ്റ് വൺ എന്താണ്? അതൊരു സിമ്പിൾ കർവ് ആണ്. സെക്കൻഡ് വണ്ണും നമുക്ക് കൈ എടുക്കാതെ വരയ്ക്കാൻ പറ്റും. ക്രോസ് ഒന്നുമില്ല. സോ സെക്കൻഡ് വണ്ണും എന്താണ്? സിമ്പിൾ കർവ് ആണ്. തേർഡ് വൺ നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം ഒരു സർക്കിൾ വരച്ചു, എന്നിട്ട് കൈ എടുത്തിട്ട് വേണം അടുത്ത സർക്കിൾ വരയ്ക്കാനായിട്ട്. അപ്പൊ അതെന്താണ്? അതൊരു കർവ് അല്ല. ഓക്കെ, ഫോർത്ത് വൺ എടുക്കുകയാണെങ്കിൽ അതിലും അത് ഒരുപാട് എന്താണ്? ക്രോസുകൾ വരുന്നുണ്ട്. ഒരു ലൈൻ, ഈ ഒരു ലൈൻ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെയും ഇവിടെയൊക്കെ എന്താണ്? ക്രോസുകൾ വരുന്നുണ്ട്. അപ്പൊ അതൊരു എന്താണ്? കർവ് അല്ല. ഫിഫ്ത്ത് വൺ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ ഇവിടെ തന്നെ എൻഡ് ചെയ്യാൻ പറ്റും. സോ ഫിഫ്ത്ത് വൺ എന്താണ്? ഒരു സിമ്പിൾ കർവാണ്. ഇനി സിക്സ്ത് വൺ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ എൻഡ് ചെയ്യാം. സോ സിക്സ്ത് വൺ ഒരു സിമ്പിൾ കർവാണ്. സെവൻത്ത് വണ്ണും എന്താണ്? ഒരു സിമ്പിൾ കർവാണ്. എയ്ത്ത് വണ്ണും നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ വരച്ച് ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. സോ എയ്ത്ത് വണ്ണും എന്താണ്? എയ്ത്ത് വണ്ണും സിമ്പിൾ കർവാണ്. ഇനി ബി, സിമ്പിൾ ക്ലോസ്ഡ് കർവ്. സിമ്പിൾ ക്ലോസ്ഡ് കർവ് ഏതൊക്കെയാ നോക്കാം. ക്ലോസ്ഡ് കർവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഒരു കർവ് ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ആ സെയിം പോയിന്റിൽ തന്നെ എൻഡ് ചെയ്യുകയാണെങ്കിൽ, ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ആ സെയിം പോയിന്റിൽ തന്നെ എൻഡ് ചെയ്യുകയാണെങ്കിൽ അതാണ് ക്ലോസ്ഡ് കർവ്. ഇതെല്ലാം ക്ലോസ്ഡ് കർവാണ്. ഇങ്ങനെ ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വേറൊരു പോയിന്റ് എൻഡ് ചെയ്യുകയാണെങ്കിൽ ഇതെന്താണ്? അതൊരു ഓപ്പൺ കർവാണ്. ഇപ്പൊ നമുക്ക് ഇതിൽ സിമ്പിൾ ക്ലോസ്ഡ് കർവ് ഏതൊക്കെയാ നോക്കാം. ഇതിപ്പോ നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ തന്നെ എൻഡ് ചെയ്യാം. സോ ഇതൊരു സിമ്പിൾ ക്ലോസ്ഡ് കർവാണ്. സോ ഫസ്റ്റ് വൺ സിമ്പിൾ ക്ലോസ്ഡ് കർവാണ്. ഇത് നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ തന്നെ എൻഡ് ചെയ്യാം. സോ അതൊരു സിമ്പിൾ ക്ലോസ്ഡ് കർവാണ്. 3 ഇല്ല, 4 ഇല്ല, 5 നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ തന്നെ എൻഡ് ചെയ്യാം. സോ ഫിഫ്ത്ത് വൺ ഒരു സിമ്പിൾ ക്ലോസ്ഡ് കർവാണ്. സിക്സ്ത് സിമ്പിൾ ക്ലോസ്ഡ് കർവാണ്. സെവൻത്ത് വണ്ണും സിമ്പിൾ ക്ലോസ്ഡ് കർവാണ്. എയ്ത്ത് നമുക്ക് അങ്ങനെ പറ്റില്ല. സോ അതൊരു സിമ്പിൾ ക്ലോസ്ഡ് കർവ് അല്ല. അടുത്തത് പോളിഗൺ. പോളിഗൺ എന്താ നമുക്കറിയാം. എന്താണ്? സിമ്പിൾ ക്ലോസ്ഡ് കർവ് മെയ്ഡ് ഓഫ് ലൈൻ സെഗ്മെന്റ്സ്. പോളിഗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു സിമ്പിൾ ക്ലോസ്ഡ് കർവ് ആണ്, മെയ്ഡ് ഓഫ് ലൈൻ സെഗ്മെന്റ്സ്. അതിൽ ലൈൻ സെഗ്മെന്റ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. പിന്നെ എന്താണ്? അതൊരു ക്ലോസ്ഡ് കർവ് ആയിരിക്കണം, സിമ്പിൾ ആയിരിക്കണം. സിമ്പിൾ ആയിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഇതുപോലെ ക്രോസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പൊ ഇതിൽ പോളിഗൺസ് ഏതൊക്കെയാ നോക്കാം. ഫസ്റ്റ് വൺ എടുക്കുകയാണെങ്കിൽ ഇതിൽ ഫുൾ ലൈൻ സെഗ്മെന്റ്സ് ആണ്, ക്ലോസ്ഡ് ആണ്, ക്രോസ് ഒന്നും ഇല്ല. സോ ഫസ്റ്റ് വൺ ഒരു പോളിഗൺ ആണ്. സെക്കൻഡ് വൺ എടുക്കുകയാണെങ്കിൽ സെക്കൻഡ് വണ്ണും ഫുൾ ലൈൻ സെഗ്മെന്റ്സ് ആണ്, ക്ലോസ്ഡ് ആണ്, ക്രോസ് ഒന്നും ഇല്ല. സോ സെക്കൻഡ് വണ്ണും എന്താണ്? ഒരു പോളിഗൺ ആണ്. തേർഡ് വണ്ണില്ല, ഫോർത്ത് ഇല്ല, ഫിഫ്ത്ത് ഇല്ല, 7, 8 ഒന്നും ഇല്ല. അടുത്തത് കോൺവെക്സ് പോളിഗണും കോൺകേവ് പോളിഗണും. കോൺവെക്സ് പോളിഗണും കോൺകേവ് പോളിഗണും നമുക്ക് എന്താണ്? അതിന്റെ ഡയഗണൽസ് നോക്കിയിട്ട് പറയാൻ പറ്റും. ഡയഗണൽസ്
ഒരു പോളിഗന്റെ ഇന്റീരിയറിൽ എല്ലാ ഡയഗണൽസും അതിന്റെ ഉള്ളിലാണ് വരുന്നതെങ്കിൽ, ആ പോളിഗന്റെ ഇൻസൈഡ് ആണ് വരുന്നതെങ്കിൽ അതിനെ പറയും കോൺവെക്സ് പോളിഗൺ എന്നും. ഏതെങ്കിലും ഡയഗണൽ അതിന്റെ എക്സ്റ്റീരിയർ പാർട്ടിൽ വരികയാണെങ്കിൽ അതിനെ പറയും കോൺകേവ് പോളിഗൺ എന്നും. ഇപ്പൊ ഫസ്റ്റ് എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇതിന് നമുക്ക് ഇവിടെ ഒരു ഡയഗണൽ വരയ്ക്കുകയാണെങ്കിൽ ഇത് ഈ ഒരു പോളിഗന്റെ എക്സ്റ്റീരിയർ പാർട്ടിലാണ് ആ ഡയഗണൽ വരുന്നത്. ഇപ്പൊ എക്സ്റ്റീരിയറിൽ വരികയാണെങ്കിൽ അതെന്താണ്? കോൺകേവ് പോളിഗൺ ആണ്. ഫസ്റ്റ് വൺ എന്താണ്? ഒരു കോൺകേവ് പോളിഗൺ ആണ്. പിന്നെ വേറെ ഒന്നുമില്ല. സെക്കൻഡ് വൺ വരുന്നത് എന്താണ്? ഇതിന്റെ ഡയഗണൽസ് എല്ലാം അതിന്റെ ഇന്റീരിയർ സൈഡിൽ വരുന്നതാണ്. സോ ഇതൊരു കോൺകേവ് പോളിഗണുമാണ്. ഓക്കെ, ഇത്രയാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്. താങ്ക് യു.